അങ്ങനെ വളരെ സമർത്ഥമായി അയാൾ ടീച്ചറെ ബ്രെയിൻ വാഷ് ചെയ്തു. അന്ന് കാറിൽ വെച്ച് പാപ്പച്ചനെ പറ്റി ആ പെൺകുട്ടി റീത്ത പറഞ്ഞതാണ് ശരിക്കുള്ള സത്യം. 1 വർഷം മുമ്പ് അവൾ മരിച്ചു. അതൊരു സ്വാഭാവിക മരണമായിരുന്നില്ല. ആ കേസിൽപ്പെട്ട് പാപ്പച്ചൻ ഇപ്പം അകത്താണ്. ഹീസ് എ ബോൺ ക്രിമിനൽ. നമ്മുടെയൊക്കെ കഷ്ടകാലം കൊണ്ട് അന്ന് അവരെ കണ്ടുമുട്ടേണ്ടി വന്നു. അത് നമ്മുടെ വിധി. ഒരു വലിയ ഭാരം ഇറക്കി വെച്ച പോലെ തോന്നുന്നു. വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക്. ബാലകൃഷ്ണൻ വർക്ക് സൈറ്റിൽ നിന്ന് എങ്ങോട്ടാ പോയത്? എനിക്ക് പെട്ടെന്നൊരു തലവേദന. എന്നിട്ട് എന്നിട്ട് ഡോക്ടറെ കണ്ടു. ഇപ്പൊ തലവേദന മാറിയോ? കുറവുണ്ട്. ഏത് ഡോക്ടറെ കണ്ടത്? ആ ബ്രിഡ്ജിനടുത്തുള്ള. ഏത് ബ്രിഡ്ജ്? അവിടെ അങ്ങനെ ഒരു ഡോക്ടർ ഇല്ലല്ലോ. എന്ത് മരുന്നാ തന്നത്? എവിടെയാ മരുന്ന്? ഡോക്ടറെ കാണാൻ പറ്റിയില്ല. അപ്പൊ ആദ്യം പറഞ്ഞ എല്ലാം നുണയാണ്. ജോലി ചേർന്നിട്ട് ഇത്ര ദിവസമേ ആയുള്ളൂ. അതിനു മുമ്പ് ലീവ് എടുത്ത് ഇവിടെ വന്നിരുന്നത് തീരെ ശരിയായില്ല. സോറി നന്ദൻ, എനിക്ക് ജോലി വേണ്ട. കാരണം? അത് ശരിയാവില്ല. എനിക്ക് പോണമെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും നന്ദൻ തീരുമാനിച്ചാൽ മതിയെന്ന് വാക്ക് പറഞ്ഞിട്ട്. സത്യം പറ, ബാലകൃഷ്ണൻ ഇന്ന് ആ കുട്ടിയെ കണ്ടോ? ഇല്ല. നന്നായി നുണ പറയാനുള്ള കഴിവ് ബാലകൃഷ്ണൻ ഇല്ല. ബാലകൃഷ്ണൻ ആ കുട്ടിയെ കണ്ടു. ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞില്ലേ?
ഒരു മിനിറ്റ്. ഞാൻ പോകുന്ന വഴിയാണ്. ഒരു മിനിറ്റ് ഒന്ന് പുറത്തേക്ക് വരും പ്ലീസ്. ഇന്നലെ രാത്രി നന്ദൻ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് എല്ലാം ചോദിച്ചു. സംഭവിച്ചതൊക്കെ ഞാൻ പറയുകയും ചെയ്തു. അത് വേണ്ടായിരുന്നു, അത് പാടില്ലായിരുന്നു. എന്നെ തെറ്റിദ്ധരിക്കരുത്. നിർമ്മലയാണ് ആ ആളെന്ന് നന്ദനോട് ഞാൻ പറഞ്ഞിരുന്നില്ല. പക്ഷെ എങ്ങനെയോ അയാൾക്ക് സംശയം തോന്നിയതാണ്. പാവം മനുഷ്യൻ. അയാൾ നിർമ്മലയെ വളരെയേറെ സ്നേഹിക്കുന്നുണ്ട്. അയാൾ സങ്കടപ്പെടാൻ ഇടവരരുത്. അല്ലെങ്കിലും നമുക്കിടയിൽ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അത് നന്ദനോട് പറയണം. ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ഒരു ഓർമ്മ പോലും ഉണ്ടാവരുത്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പോട്ടെ. ബാലേഷ ഇത്രയ്ക്ക് ഭീരുവാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നോട് യാത്ര പോലും ചോദിക്കാതെ ഓടിപ്പോണ്ട കാര്യം എന്താണ്? നിങ്ങൾ തമ്മിൽ പണ്ടെങ്ങോ പരിചയം ഉണ്ടായിരുന്നു, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾ നടക്കാതിരിക്കൂ. നിർമ്മല ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയാം. ഞാനൊരു തൊട്ടാവാടിയൊന്നുമല്ലെന്ന് ബാലേഷ മനസ്സിലാക്കണം. നിങ്ങളുടെ കഴിഞ്ഞ ജീവിതത്തിലെ നിർമ്മല ടീച്ചറാണ് ഈ നിർമ്മലയെന്ന് ഞാൻ അറിഞ്ഞാൽ എന്താണ് കുഴപ്പം? നിശ്ചയിച്ചുറപ്പിച്ച ഞങ്ങളുടെ വിവാഹം മുടങ്ങിപ്പോകുന്നു വിചാരിച്ചോ? അതല്ല. പിന്നെ കിട്ടിയ ജോലി ഉപേക്ഷിച്ച് ഒളിച്ചോടാൻ മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു? നിങ്ങളൊരു ഹൃദയശുദ്ധിയുള്ള മനുഷ്യനായിരുന്നെങ്കിൽ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞ് ഞങ്ങളുടെ വിവാഹത്തിലും പങ്കെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. മിസ്റ്റർ നന്ദൻ, ഞാൻ നിങ്ങളെപ്പോലെ ഒരു വലിയ മനുഷ്യനൊന്നുമല്ല. എന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അലോസരം ഉണ്ടാക്കരുതെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. നിർമ്മല ഒരിക്കലും നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ലെന്ന് നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ? അത് പൂർണ്ണമായും സത്യമാണോ എന്നേ എനിക്കറിയാനുള്ളൂ. നിർമ്മലയുടെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. പറയൂ. നിങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും നിർമ്മല ബാലകൃഷ്ണനെ സ്നേഹിച്ചിരുന്നു? അല്ലെങ്കിൽ അത് വേണ്ട, ഒരു തരുമ്പ് സ്നേഹമെങ്കിലും നിർമ്മലയ്ക്ക് ഇപ്പോ ബാലകൃഷ്ണനോടുണ്ടോ? കുലീനായ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ അവളുടെ ഹൃദയം തുറക്കാൻ പറ്റും? ഈ മൗനം, ഈ കണ്ണീര്, അതിലൊക്കെ ഉണ്ട് അവർക്ക് ബാലകൃഷ്ണനോടുള്ള സ്നേഹം.